ചോരി ആരോപണത്തിൽ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് ഉന്നയിക്കണമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാറുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. വിവരങ്ങളുമായി അനുപമ ശ്രീദേവിയാണ് ചേരുന്നത്. അനുപമ, നാളെയാണ് ഒരു വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? സ്വാതി, ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിലും അതുപോലെ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കവെയാണ് ഒരു ഔദ്യോഗിക പ്രസ്താവനയുടെ രൂപത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി വന്നിരിക്കുന്നത്. പരോക്ഷ മറുപടി എന്ന് പറയണം. രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പരാതി അല്ലെങ്കിൽ ഉന്നയിച്ച ഒരു വോട്ട് കൊള്ള ആരോപണം എന്ന നിലയ്ക്കാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്താവന ഈ വിഷയത്തെ നേരിടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ അനിവാര്യമായ സമയത്ത്, ഉചിതമായ സമയത്ത് ഇത് സംബന്ധിച്ച പരാതികൾ ഉന്നയിച്ചിരുന്നെങ്കിൽ അന്ന് പരിഹാരം കാണാമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വരുന്നത് എന്തിനെന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു പ്രസ്താവനയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ ഘട്ടവും വളരെ സുതാര്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്താറുണ്ട്. ഈ കരട് പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് ഈ കരട് പട്ടികയുടെ രൂപം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നതാണ്. അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഏകദേശം ഒരു മാസം രാഷ്ട്രീയ പാർട്ടികൾക്കായാലും പൊതുജനങ്ങൾക്കായാലും ഈ വിഷയത്തിൽ ആക്ഷേപവും പരാതികളും ഉന്നയിക്കാനുള്ള ഒരു അവസരം നൽകുന്നതാണ്. ഈ സമയങ്ങളിലായിരുന്നു എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടിയിരുന്നത്. ആ സമയത്ത് ചില പാർട്ടികൾ ഈ പരിശോധനകൾ, സൂക്ഷ്മ പരിശോധന നടത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പിഴവുകൾ കണ്ടെത്താതിരുന്നത്. അങ്ങനെ ഒരു പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നെങ്കിൽ, ആ സമയത്ത് അങ്ങനെ ഒരു പിഴവുണ്ടെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ പരിഹരിച്ചു പോകാമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം വൈകിയ കാലയളവിൽ ഇങ്ങനൊരു പരാതി ഉന്നയിക്കുന്നതിൻ്റെ, ആക്ഷേപം ഉന്നയിക്കുന്നതിൻ്റെ റീസണിങ് എന്താണ് അല്ലെങ്കിൽ കാരണം എന്താണെന്ന നിലയ്ക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മറുപടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരാതികളെ വളരെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള നിലയ്ക്കാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ വൈകിയ സമയത്താണെങ്കിൽ തന്നെയും ഇലക്ഷൻ കമ്മീഷന്റെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം സൂക്ഷ്മ പരിശോധനകളെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഭാവിയിൽ എന്തെങ്കിലും തിരുത്തുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെങ്കിൽ അത് തിരുത്തിപ്പോകാനും സുതാര്യത ഉറപ്പുവരുത്താനും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പറയുന്നു. സ്വാതി പറഞ്ഞതുപോലെ തന്നെ നാളെ 3 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വോട്ടുകൊള്ള ആരോപണത്തിൽ വിശദമായിട്ടുള്ളൊരു മറുപടി, നേരിട്ടുള്ള ഒരു മറുപടി തന്നെ ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന ഒരു വാർത്താ സമ്മേളനമാണ് നാളെ നടക്കാനിരിക്കുന്നത്. അതിനു മുൻപ് ആ ഒരു വാർത്താ സമ്മേളനത്തിൽ എന്തായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി എന്നതിന്റെ ഒരു സൂചന എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ പ്രസ്താവനയെ കാണുന്നത്. അതുപോലെ തന്നെയാണ് നാളെ രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് ഉന്നയിക്കണമായിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്.